ഞങ്ങളിപ്പോ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. എങ്ങോട്ടെന്ന് അറിയാതെ മറ്റൊരു ബാഗ് എടുത്ത് ഇറങ്ങിയതാണ് കാര്യം. ഇനിയൊരു തിരിച്ചു വരവ് സാധ്യതയില്ല. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്നു മകനെ തുടങ്ങൂ നിൻ യാത്ര. ഞങ്ങളപ്പോ ഡൽഹിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 5:40-നാണ്. 5:40-നാണ് കാലിക്കറ്റ് എത്തുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീൻ. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് വന്നു. കാരണം വയനാടൊക്കെ മഴയായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഡോം എടുത്ത് ഡോമിലാണ് നിന്നേ. സോ നമ്മൾ ട്രെയിൻ കയറാൻ നിൽക്കുക. ഇവിടെ കാലിക്കറ്റ് മഴയാണ്. സോ ട്രെയിൻ കയറിയിട്ടാണോ അല്ലേ ഗൈസ്? ഫൈനലി അരമണിക്കൂർ ലേറ്റായി നമ്മുടെ ട്രെയിൻ വരികയാണ്. ഐ യു എക്സൈറ്റഡ്? അതെ, പക്ഷെ ഞാൻ വിളിക്കാറല്ലേ. പക്ഷെ ഞാൻ ഇയാളെല്ലാ സ്റ്റേഷനിലും ചായ കുടിച്ച് പത്തിരി കഴിച്ചിട്ട് വരുന്നേ. നടക്കൂലത്. ഓയ്യേ, സോ ഗൈസ് ഞങ്ങൾ ട്രെയിനിൽ കയറി. നല്ല ട്രെയിനാട്ടോ, ഒരു വെറൈറ്റി സാധനം. സീറ്റും പരിപാടിയൊക്കെ നല്ല സീറ്റാണ്. ഫുള്ള് മലയാളീസാണ്. അപ്പം 5:40 എത്തേണ്ട ട്രെയിൻ അല്ലേ? 6 മണി. സോ നൈസായിട്ടൊന്ന് കിടന്നുറങ്ങി. ഞാനൊരു കണ്ണൂരൊക്കെ ഇപ്പോൾ കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ ഉടുപ്പി കഴിഞ്ഞത് കുന്താവരയോ അവിടെ എത്തി. എല്ലാവരും കാരണം ഡെയിലി ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ റൂട്ടൊക്കെ മടുത്തു. അപ്പം ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം. നല്ല നീറ്റ് ട്രെയിനാണോ. മൊത്തം മലയാളികളുടെ ഒരു ലോകമാണ്. നമ്മൾ എവിടെത്തി? വഡോദര അല്ലേ? ആണോ? പക്കോട, വടാപ്പാവ്, പിന്നെ ജുവിനും ഞാനും. ചൂട പക്കോട ട്രെയിൻ 2 ദിവസം വരുമ്പോൾ എല്ലാത്തിനും ഭയങ്കര രസമാണ്. എന്താ അറിയാം, നമുക്ക് രാത്രി 10 മണി എത്താനായിട്ട്. എന്താ വേണ്ട ചൂടാ. എന്താണ് നമ്മളെ ഒരു ഹായ് പറയും ഒരാളി യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിലോ? സെറ്റ് ലിങ്ക് വെച്ചാ നമ്മളെ അല്ല ഡൽഹിയിലൊക്കെ എപ്പോഴാണെങ്കിലും. ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളെ ചാമ്പി ബസ്സുകാർ നമ്മളവിടെ എത്തിച്ച് ചാണ്ടിഗർ. ഞങ്ങൾ ചാമ്പി 2500 തൊട്ട് ചാണ്ടിഗർ ഇറക്കി. ഞങ്ങളിപ്പോൾ അവിടുന്ന് HRTCൻ്റെ ലോക്കൽ ബസ്, ട്രാൻസ്പോർട്ട് ബസ് കയറിയിരിക്കും കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ ബുന്തർ വേണം. 560 രൂപ. ഇവിടെ കിട്ടില്ല, മഴയാണ്. ഇനി ബുന്തർന്ന് വേണം നമുക്ക് കാസർഗോഡിലേക്ക് വരാനായിട്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയിട്ട് ഞങ്ങൾ ഇന്നലെ കസോളെത്തി. വീഡിയോ എടുക്കാനോ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്ത ട്രെയിനത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അത്രയും ടയർഡാണ്. 4 ദിവസം കണ്ടിന്യൂസ് യാത്രയായിരുന്നു. ബസ്സും എല്ലാ സാധനവും കയറി. ഇവിടെ നല്ല റെയിനിങ് ആയിരുന്നു. ഇന്നലെയാണ് മൊത്തം റെസ്റ്റ് എടുത്ത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു സ്റ്റേ എടുക്കാൻ വേണ്ടി പോകും, കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട്. സോ കുറേ കാലത്തിന് ശേഷം നമ്മുടെ അല്ലേ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഞാനെടുത്ത വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമിൻ്റെ വ്യൂ ആണ് ഇതുണ്ടോ. ഈ മരത്തിലൊക്കെ അനാറുണ്ടായി കിടക്കുക. അപ്പോൾ യാത്ര ഇരിക്കട്ടെ. ഇത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി ആട്ടോ, ദിവോക്ക് പ്രോപ്പർട്ടീസ്. ബാ, ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതുണ്ടോ, ഭയങ്കര ക്യൂട്ടാ. ഇതൊക്കെ ലോങ് വ്യൂ കാണിച്ചു തരാം. നൈസല്ലേ കാണാനായിട്ട്. ഹായ്.
നൈസല്ലേ സ്റ്റേ ഒക്കെ അല്ലേ? സെറ്റായിരുന്നില്ലേ? ഷോ ഗൈസ്, നമ്മളങ്ങനെ നടന്നു പോട്ടോ. ഇന്നിവിടെ ബ്ലൂ സ്കൈ കാണാൻ പറ്റി, എന്തോ വലിയ ഭാഗ്യം. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാറിയിട്ട്, കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള. കാരണം 2 ദിവസം കസോളിൽ ഹോൾഡ് ചെയ്തിട്ട് വെതർ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മുകളിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ചെറിയൊരു മഴ കൊണ്ടിടുന്നില്ല, പക്ഷേ ക്ലിയർ സ്കൈ, അതുകൊണ്ട് വലിയൊരു മഴയൊന്നും ഉണ്ടാവും തോന്നണം. ഇതാണത്. ഓ, നമ്മൾ രാവിലെ ഒരു ആലു പൊറോട്ടയും ഒരു ചായയും രണ്ടും നമ്മൾ കട്ടടിച്ചു. അത് നമുക്ക് ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. എത്ര ദൂരം ഉണ്ടാ? ലഗേജ് ഉള്ളതുകൊണ്ടേ ആലു പൊറോട്ട വിശപ്പ് പറയും, പക്ഷേ ഒരു ആലു പൊറോട്ട 2 രൂപ വെച്ച് കഴിഞ്ഞാൽ ബാഗ് എടുത്ത് വെക്കാൻ പറ്റൂല കേട്ടോ. ആ ഒരു നെക്സ്റ്റ് രസം ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓരോരുത്തർ കാറിലൊക്കെ പോകണമെന്നേ നമ്മളെ മൈൻഡ് ട്രക്കിങ്ങിനും ലഗേജൊക്കെ തൂക്കാനും ഓക്കെയാണ്, പക്ഷെ നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ബോഡി ഓക്കെയല്ല. അവൻ 4 ദിവസത്തെ ജേണി കഴിഞ്ഞിട്ട് ടയർഡാണ്. നമ്മളാണെങ്കിൽ അവന് റെസ്റ്റ് കൊടുക്കണല്ല. സെറ്റിൻ്റെ ഭാഗത്താ നമുക്ക് കാര്യമില്ല. നമ്മളിപ്പോൾ കസോൾ ടൗൺ കഴിഞ്ഞൊരു 1/4 കിലോമീറ്റർ വന്നിട്ടോ. പല ചുംബികളായ പൈൻ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ ചുംബനമില്ലാത്ത ജൂയിൻ. നടക്കുമ്പോൾ നിങ്ങൾ വയ്ക്കും അതവൻ്റെ സ്റ്റൈലാണ്. സ്റ്റൈലല്ല, ഫ്രണ്ടിൽ ക്യാമറയുടെ ബാഗ്, ബാക്കിൽ ഈ ബാഗ്, അതിനിടെ സ്വിങ് ബാഗ്, എല്ലാം കൂടി മറ്റാ മൂഞ്ചി ഇരിക്കുക. ഈ അരിയും മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി എന്നൊക്കെ പറയില്ലേ. നാട്ടിൽ നിന്ന് റീല് കാണുമ്പോൾ എത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. കലവലല്ല, കുറേ കല വീഡിയോ എടുത്തിട്ട് പറ്റണില്ല. അയ്യോ, ഞങ്ങൾക്കിനി സ്റ്റേ ചെയ്യാൻ പോകേണ്ടത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ വില്ലേജിലാണ്. ഓക്കെ, അവിടെയാണ് ഞങ്ങൾ പോണത് അല്ലേ? ഒരു 400 കിലോമീറ്റർ 400 മീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. We are so excited, right bro? You're also excited, right? Oh yeah, oh yeah. So guys, നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ചോജ് വില്ലേജിലാട്ടോ. നമ്മൾ അങ്ങോട്ട് പോവാ. ഈ കാണുന്നതാണ് ചോജ് വില്ലേജ്. തോഷല്ല, ചോജ്. തോഷ് ഇവിടുന്ന് ഒരുപാട് പോകാനുണ്ട്. നമ്മൾ നാളെ വെതറൊക്കെ നോക്കിയിട്ട് തോഷിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കൂൾ ഫീലാണ് കേട്ടോ അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു തണുപ്പ്, നല്ല തണുപ്പാ. കിട്ടില്ല ഫീലിംഗ് കാരണം വെള്ളത്തിന്റെ മേലെ കൂടെ കളിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കയ്യിൽ. ഒരു പെട്ടെന്നൊരു AC-ന്റെ ഉള്ളിലൊക്കെ കയറിയ ഫീലാണ്. ഇത് നൈസാട്ടോ, ഹെവി റിവറാട്ടോ വരുന്നത്. പക്ഷെ നമ്മൾ വന്നത് അവിടെ നിന്ന് അങ്ങനെ കേട്ടോ. ഇപ്പം നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മൾ ഈ വില്ലേജിൽ റീച്ചായി. സോ നമുക്ക് നമ്മുടെ മച്ചാനെ കിട്ടി. പുള്ളിയുടെ ലോക്കലാണ്, പുള്ളിയുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കുറച്ച് കയറാനുണ്ട്, വില്ലേജിൻ്റെ അത്യാവശ്യം ടോപ്പിലേക്ക് എത്താനുണ്ട് നമുക്ക്. ഉണ്ടോ? ഓ, സ്വർഗത്തിലേക്കുള്ള വഴി
എന്തൊക്കെയാണെന്ന് അറിഞ്ഞാന്ന് പറയാൻ പോലും ശ്വാസം കിട്ടില്ല. രവി എങ്ങനെയാ നമ്മൾ അവിടെ നിന്നാണ് വന്നേ. ഫൈനലി ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. ലീ ഗാർഡൻ നൈസ് വൺ. This is our cottage. Oh, that's enough. Guys, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന കോട്ടേജ്. ഈ കോട്ടേജ് വരുന്നത് ചോച്ച് വില്ലേജ് കേട്ടോ. ഇറ്റ്സ് കോൾഡ് ചോച്ച് വില്ലേജ്, റൈറ്റ്? ചോച്ച്, യാ. നൈസ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് ഇൻ ദ ടോപ്പ് ഓഫ് ഹിമാലയാസ്. Okay. Oh. നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഗൈസ്. നമ്മളങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം റൂമിൽ ഇരുന്നു. കാരണം നമുക്ക് ബാഗൊക്കെ തൂക്കി വന്നിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഷോൾഡറൊക്കെ. അപ്പോൾ അത് ചുമ്മാ നമ്മളൊരു വാക്കിന് ഇറങ്ങി കേട്ടോ. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ല വെതറാണ്, വലിയ സീനില്ല. ഈ വില്ലേജ് നമുക്ക് ഒരുപാട് ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല. കാരണം ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് ടോപ്പില്ല. അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ കൊള്ളാം, നല്ല സ്ഥലമാണ് തോഷ് വില്ലേജ്. ഗൈസ്, നമ്മളവിടെ അഗ്രസീവായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാർവതി റിവറിൻ്റെ സൈഡിലേക്ക് പോകട്ടോ. ഈ പുക ഉണ്ടോ? ഈ പുകയല്ല ആക്ച്വലി, അതിൻ്റെ ഫോഴ്സ് കൊണ്ട് എന്താ പറയുക, ഫോഗ് ഇങ്ങനെ വരുന്ന. ഓ, ഭയങ്കര അഗ്രസീവ് ആട്ടോ. മലയിൽ നിന്ന് വരുന്ന വെള്ളേ നമുക്ക് അടുത്തൊന്നും പോകാൻ പറ്റില്ല. കാലത്ത് തന്നെ പോയി. ചെന്തല്ലേ സീൻ. അവിടെ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഓ, ആ പ്രോപ്പർട്ടീൻ്റെ സൈഡ് നോക്കടാ, കിടിലായിരിക്കും കേട്ടോ. പൊളി. ഇതുണ്ടോ, അടുത്തേക്ക് പോകാൻ പറ്റില്ല, പേടിയാവും. ആര് ഫോഴ്സിലാ പോയിക്കൊണ്ടിരിക്കണേ. എന്നാ എടുക്കാന്നറിയോ? താൻ എന്തൂട്ടറാ രാമനായരെ കാണിക്കണേ? പിന്നെ നോട്ടെപ്പോഴും ഉണ്ട് ആ റോഡിൽ. നല്ല തണുപ്പത്ത് ചൂട് ദാൽ റൈസും പിക്കിളും പിന്നെ ഒണിയനും. ഇതിന് 150 രൂപ കേട്ടോ ഈ റൈസിന്, ദാൽ റൈസിന്. പിന്നെ 2 പേർക്ക് നൈസ് കൊണ്ടിട്ട് ഇത് 2.5 മേടിച്ച് ഓറായിപ്പോൾ. ഫുഡ് കഴിച്ചുകൊണ്ട് ചുമ്മാ ഈ തോഷ് വില്ലേജ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ നൈസ് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ആംബിയൻസ് ഇതിൻ്റെ ഏരിയ കാണാമെന്നറിയോ? താഴെ നമുക്ക് പാർവതി റിവറിൻ്റെ ഡയറക്റ്റ് വ്യൂ ഉണ്ട് ഇവിടുന്ന്. കിടിലൻ പ്രോപ്പർട്ടി, നൈറ്റ് അടിപൊളിയായിരിക്കും. കണ്ടോ, നൈസ് പെയിൻറ്റിങ് അല്ല. രസമുള്ള വ്യൂ നോക്കിയേ. വാവ്, സൂപ്പർ, അടിപൊളി കേട്ടോ. നോക്കിയാൽ നിങ്ങൾ വൈബ് നോക്കി ഇവിടുത്തെ അടിപൊളി. സീരിയസ്ലി ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട്. ഓ, ഇടിലല്ലേ, ഇടിലെ കപ്പ. ഏതായാലും സ്ഥലം സോ ഗൈസ്, ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി.
അപ്പോൾ ഈ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാൻ